ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു ഗാന്ധി തൊപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിക്കൊക്കെ പാകാവുന്ന അളവിലുള്ള ഒരു തൊപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കൂ. നമ്മളൊരു A4 സൈസ് പേപ്പർ കൊണ്ടാണ് തൊപ്പി ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിലൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന പേപ്പറിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കുക. ഇതുപോലെ 35 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ തൊപ്പി ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് ഇതുപോലൊരു പേപ്പർ എടുക്കുക. ഇനി ശരിക്കുള്ള തൊപ്പി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് ചാർട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേപ്പർ ഈ കാണുന്ന പോലെ നേരെ ഹാഫാക്കി മടക്കുക. പേപ്പർ മടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലേ, നമ്മൾ എങ്ങനെയാണ് പേപ്പർ വെച്ചിരിക്കുന്നതെന്ന്. 35 സെൻറ്റിമീറ്റർ വീതിയുള്ള ഭാഗം മുകളിലും സൈഡിലേക്ക് നമ്മൾ 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഭാഗമായിട്ടാണ് പേപ്പർ പിടിച്ചിരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തുടക്കത്തിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പേപ്പർ ഹാഫാക്കി ഇതുപോലെ മടക്കിയത്. ഇനി നമ്മൾ ചെയ്യുന്നത് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒരു സ്കെയിലെടുത്ത് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് അടുത്ത മടക്കാനുള്ള അളവായിട്ടാണ് നമ്മൾ ഈ 5 സെൻറ്റിമീറ്റർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം പേപ്പർ നേരെ ഇതുപോലെ തിരിച്ചു പിടിക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ 5 സെൻറ്റിമീറ്ററിനെ വെച്ച് നമ്മളിതുപോലെ പേപ്പർ ഒന്ന് മടക്കിയെടുക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മളൊരു മടക്ക് പ്രസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കറക്റ്റായിട്ടാണോ നമ്മൾ വച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കാരണം പേപ്പറിൽ പാടുകൾ വീണ് കഴിഞ്ഞാൽ അത് കറക്റ്റ് സ്ഥലത്തല്ല വന്നതെങ്കിൽ നമുക്ക് ഒറിഗാമി കൃത്യമായിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ച ശേഷം ഇതുപോലെ നമ്മുടെ നഖം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മളിപ്പോൾ മടക്കിയ ആ മടക്കിലേക്ക് ഈ സൈഡിൽ നിന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ മടക്കുക. അപ്പം നമ്മൾ കൃത്യമായി വെച്ച ശേഷം നഖം ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യാൻ കൂട്ടുകാർ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ 2 സൈഡിലും ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓരോ മടക്കുമ്പോഴും നിങ്ങളതൊന്ന് കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും ചെയ്തു വരാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ഈ സൈഡ് ഇതുപോലെ ഒന്ന് ഓപ്പണാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നീളത്തിൽ ഇതുപോലൊരു മടക്കിയില്ലേ, ആ മടക്കിലേക്ക് പേപ്പറിനെ ഇങ്ങനെ ബേസാക്കി വെച്ച്, അതായത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പേപ്പർ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കണം. കാണുമ്പോൾ നമുക്കൊരു വീടിൻ്റെ ഷേപ്പ് പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ മുകളിലത്തെ ഈ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഭാഗത്തിൽ വെച്ചിട്ട് മടക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഈ താഴത്തെ ഭാഗത്ത് കൈകൊണ്ട് പ്രസ് ചെയ്ത ശേഷം നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ സൈഡും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള രീതിയാണ്. അതായത് ഈ പേപ്പറിൻ്റെ ഈ മുകളിലത്തെ ഭാഗം നമ്മുടെ താഴത്തെ ആ ഒരു നീളത്തിലുള്ള മടക്കിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ താനേ മുകളിലത്തെ ഭാഗം ഇതുപോലെ വരും. ആ സമയത്ത് നമ്മൾ കറക്റ്റാക്കി വെച്ച ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പറിനെ നേരെ ഒന്ന് തിരിച്ചു പിടിക്കാം. അപ്പോൾ തിരിച്ച് പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ മടക്കിയ ഈ ഒരു വീടിൻ്റെ രൂപത്തിലുള്ള ഭാഗമൊക്കെ ചിലപ്പോൾ ഇതുപോലെ തുറന്നു പോയിന്ന് വരും. അപ്പോൾ നമ്മളതൊക്കെ കറക്റ്റായിട്ടല്ലേ ഇരിക്കുന്നതെന്നൊന്നും കൂടെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ നീളത്തിലുള്ള ഈ ഒരു മടക്കിലൂടെ നമുക്ക് പേപ്പറിനെ ഒന്ന് സൈഡിലേക്ക് മടക്കാം. നമ്മളിതെല്ലാം ചെയ്യുന്നത് ഏറ്റവും ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ എടുത്ത് മടക്കിയിരിക്കുന്ന ആ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡിലും ചെയ്യണം. നമ്മളെപ്പോഴും കറക്റ്റായിട്ട് വെച്ച ശേഷം നഖം ഉപയോഗിച്ച് പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ മടക്കുകളൊക്കെ നമ്മൾ നഖം ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല രീതിയിലാണ് ഒരു പേപ്പർ മടങ്ങിയിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള മടക്കുകളൊക്കെ ഇതിന് ബേസ് ചെയ്ത് വരുമ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, നമുക്കിപ്പോൾ പേപ്പർ ഇതുപോലെ 2 ഹാഫായിട്ടാണ് ഉണ്ടാവുന്നത്. ഇതിൽ മുകളിലത്തെ ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഇതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ താഴെ വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ഈ പേപ്പറിനെ ഇതുപോലെ ഒന്ന് മടക്കണം.
നഖം ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലത്തെ ഭാഗവും ഇതേ രീതിയിൽ നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ താഴെ വരുന്ന രീതിയിൽ കൃത്യമായിട്ട് വെച്ച ശേഷം നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒറിഗാമിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഗാന്ധിത്തൊപ്പിയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. നമ്മുടെ തൊപ്പി ഇതേ റെഡി ആവാൻ പോവാണ് കേട്ടോ. ലാസ്റ്റായിട്ട് ഇച്ചിരി കാര്യങ്ങളും കൂടി നമുക്കിനി ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ മടക്കിയ പേപ്പർ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ അടിയിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്യുമ്പം ചിലപ്പോൾ പേപ്പർ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്നൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് പോയില്ല എന്നിരിക്കും. പക്ഷേ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, ഒട്ടും എൻ്റെ ശരിയാവുന്നില്ലല്ലോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ. നമ്മൾ ഈ മടക്കിയ മടക്ക് വരെ ഈ പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അതിനായിട്ട് നമ്മൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആ ട്രയാങ്കിൾ പോലത്തെ ഭാഗമൊന്നും ഇതുപോലെ പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഈ മടക്കിയിരിക്കുന്ന പേപ്പറിൻ്റെ അറ്റം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് പേപ്പർ ഇങ്ങനെ അനക്കി കൊടുക്കുമ്പം അത് താനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് കാണാം. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഉടനെ തന്നെ പ്രസ് ചെയ്യരുത്. നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് നോക്കുക. നമ്മൾ ആ മടക്കിയിരിക്കുന്ന മടക്കൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇതുപോലെ ചെയ്ത ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അമർത്തി പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിത് കറക്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പ്രസ് ചെയ്ത് പോയാൽ അവിടെ ഒരു പാട് വീഴുകയും പിന്നെ നമുക്ക് ഈ ഒരു കറക്റ്റ് രീതിയിൽ വരാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പുറകിലത്തെ ഭാഗം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ഞാൻ ചെയ്യുന്ന അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ പോസ് മാറ്റിയ ശേഷം കണ്ടു നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ തൊപ്പിയുടെ മെയിനായിട്ടുള്ള എല്ലാ പണിയും കഴിഞ്ഞു. നമുക്കിനി മടക്കുകളോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു തൊപ്പി ആ രൂപത്തിലേക്കൊന്ന് അറേഞ്ച് ചെയ്യുക. അത്ര മാത്രമേ ഇനി ബാക്കിയായിട്ട് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അളവാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ മോൻ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവന് 4 വയസ്സാണ്. അപ്പോൾ ഒരു 4, 5, 6 വയസ്സ് വരുന്ന കുട്ടികൾക്കൊക്കെ ഈ അളവ് മതിയാകും. ഇനി ഇതിലും വലുത് വേണം, ഒരു വലിയ ആൾക്കാർക്കാണ് ഈ തൊപ്പി വെക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവ് ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു അളവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആക്കി നോക്കുമ്പം ഇതുപോലെ വേറെ ഫോൾഡിങ്ങുകളൊന്നും ഇല്ലാത്തതായിട്ടും ഈ ഒരു സൈഡ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നടുവിൽ ഇതുപോലൊരു ഫോൾഡിങ് ഉള്ളതായിട്ടും കാണാം. ഇനി നമുക്ക് ഈ ഒരു തൊപ്പിയെ വളരെ ശ്രദ്ധിച്ച് തൊപ്പിയുടെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ അധികം ഫോഴ്സ് ഒന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഫോൾഡിങ്, ഈ അറ്റത്തുള്ള ഈ ഫോൾഡിംഗ് ഒക്കെ പോയാൽ നമുക്ക് തൊപ്പിയുടെ ഷേപ്പൊക്കെ മാറിപ്പോകും. ചിലപ്പോൾ ഒന്നും കൂടെ ഒക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ തുറന്ന് പിടിച്ചിരിക്കുന്ന ഭാഗം ആ നടുവിൽ ഫോൾഡിംഗ് ഉള്ള ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഫോൾഡിംഗ് ആണ് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, തൊപ്പിയുടെ സെൻറ്ററിൽ ഇങ്ങനെ പരന്ന് വന്നിരിക്കുന്നത്. ആ ഒരു ഭാഗത്തിനെ നമ്മൾ മാക്സിമം ഉള്ളിലേക്ക് തള്ളി നമ്മൾ തൊപ്പി തലയിൽ വെച്ചാൽ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗമായിട്ടാണ് മാറ്റുന്നത്. അതായത് ഇപ്പം ഞാൻ ഈ തുറന്ന് പിടിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മൾ തലയിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ നടുവിൽ കണ്ടിരിക്കുന്ന ആ ഫോൾഡിംഗ് ആണ് ഇപ്പോൾ തള്ളി ഇതുപോലെ പരന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വരാൻ പോകുന്നത് തലയുടെ മുകളിലാണ്. അതായത് ഈ തൊപ്പി നമ്മളിപ്പോൾ ഇതുപോലെ കമഴ്ത്തി തലയിലോട്ട് വെച്ചാൽ ആ ഫോൾഡിംഗ് ആയിരിക്കും നമ്മൾ മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ തൊപ്പിയിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ആ തൊപ്പിയുടെ ഷേപ്പൊക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് നോക്കാം. തിരിച്ച് വെച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ തൊപ്പിയുടെ കറക്റ്റ് രൂപം മനസ്സിലാവുന്നത്. നമ്മുടെ ഗാന്ധി തൊപ്പി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒന്നും കൂടി ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. കൂട്ടുകാരെല്ലാവരും ഈ ഒരു ഗാന്ധിത്തൊപ്പി ഉണ്ടാക്കി നോക്കണേ. ഇതുണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതേപോലെ വളരെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനോട് കൂടി ഇനിയും ഒത്തിരി ഒറിഗാമി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ ഒരു സൈസ് തൊപ്പിയുടെ കൂടെ ഞാൻ ആദ്യം കാണിച്ച A4 പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയൊരു തൊപ്പി കൂടെ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.